ഓക്കെ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം നമുക്ക് ബുക്ക് റിവ്യൂയുടെ ദിവസമാണ്. അപ്പോൾ ഓൾറെഡി നൗഫൽ സാർ നമുക്ക് കുറച്ച് ബുക്കിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോൺ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാനും അതിന്റെ പാർട്ട് 2 ആയിട്ടാണ് വരുന്നത്. പാർട്ട് 2 അല്ല, കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് വരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ബുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നൗഫൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നൗഫൽ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു മാം. മാജിക് മോർണിംഗ് ഓൾ കേൾക്കുന്നുണ്ടോ? യെസ്. അതായത് ജോർജ് ക്ലാസന്റെ ബാബിലോണിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ എന്ന പുസ്തകമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ ചെയ്തത്. അന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരത് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചതിന്റെ ഒരു ചുരുക്കം പറയാണ്. ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി അന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മളെ സമ്പാദ്യത്തിന്റെ 10% കുറയാതെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പം അർക്കാഡ് എന്നുള്ള ഒരു ധനികനായ മനുഷ്യന്റെ 4 സുഹൃത്തുക്കൾ അദ്ദേഹം എങ്ങനെ ധനികനായത് എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ആ കഥ പറയുകയാണ്. അപ്പൊ അത് കേട്ട് ആ കഥ പറയുന്നതിലൂടെയാണ് ഇതിന്റെ തുടക്കം. ഇതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ളത് വായിക്കാണ്. താങ്ക് യു. അർക്കാഡിനെ ഈ ധനികനാകാൻ വേണ്ടി സഹായിച്ച ഉപദേശം കൊടുത്തത് അൽക്കമിസ്റ്റ് എന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ അറിവ് കിട്ടിയത്. അപ്പൊ ഇത് സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ അർക്കാഡ് ഒരിക്കൽ കൂടി അൽക്കമിസ്റ്റിനെ കാണാൻ വേണ്ടി വരികയാണ്. ഒരിക്കൽ കൂടി അയാൾ തിരിച്ചു വന്നു. അയാളുടെ മുഖത്ത് മുഴുവൻ ആഴത്തിലുള്ള ചുളിവുകൾ ഉണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ വാടിയിരുന്നു. അയാൾ ഒരു മുഴുവൃദ്ധനായി മാറുകയായിരുന്നു. എന്നോട് അയാൾ ചോദിച്ചു, അർക്കാഡ്, നീ സ്വപ്നം കണ്ട സമ്പത്ത് നീ നേടിയോ? അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച എല്ലാം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ കയ്യിൽ കുറച്ച് സമ്പാദ്യമുണ്ട്. ആ സമ്പാദ്യം എനിക്ക് കൂടുതൽ ആദായം തരുന്നു. ആ ആദായത്തിൽ നിന്നും എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു. അപ്പോൾ അൽക്കമിസ്റ്റ് ചോദിക്കുകയാണ്, ഇപ്പോൾ നീ ഇഷ്ടിക നിർമ്മാതാക്കളുടെ ഉപദേശം തേടാറുണ്ടോന്ന്. അപ്പൊ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇഷ്ടിക നിർമ്മാണത്തെ കുറിച്ച് അവർ നല്ല ഉപദേശം നൽകുന്നു. ഞാൻ മറുപടി കൊടുത്തു. അർക്കാഡ്, നിന്റെ പാഠങ്ങൾ നീ നന്നായി പഠിച്ചു. അയാൾ പറഞ്ഞു, നീ ആദ്യം പഠിച്ചത് നിനക്ക് സമ്പാദിക്കാൻ കഴിയുന്നതിനേക്കാൾ കുറഞ്ഞ പണം കൊണ്ട് നിനക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ്. പിന്നെ നീ പഠിച്ചത് അനുഭവങ്ങളിലൂടെ നേടിയ പാഠങ്ങൾ നൽകാൻ കഴിവുള്ളവരിൽ നിന്നും ഉപദേശം തേടുക എന്നതാണ്. അവസാനമായി നീ പഠിച്ചത് നിന്റെ സമ്പാദ്യമാകുന്ന സ്വർണ്ണ നാണയങ്ങളെ നിനക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ എന്നുള്ളതാണ്. അങ്ങനത്തെ 3 കാര്യങ്ങളാണ് അദ്ദേഹം പഠിപ്പിച്ചത്. നീ നിന്നെ പഠിപ്പിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നും അതെങ്ങനെ മിച്ചം വെക്കാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ്. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തിരിക്കാൻ നീ യോഗ്യനാണ്. ഞാൻ ഇന്നൊരു വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് ചിലവഴിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്ത. സമ്പാദ്യം ഉണ്ടാകുന്നതിനെ പറ്റി അവർക്ക് വിചാരമേ ഇല്ല. എൻ്റെ താല്പര്യങ്ങൾ എനിക്ക് നോക്കി നടത്താൻ പറ്റുന്നതിനേക്കാൾ വലുതാണെന്ന് ആണ് എൻ്റെ ഭയം. നീ നിബൂറിലേക്ക് പോയി എൻ്റെ ഭൂവസ്തുക്കൾ നോക്കി നടത്തുകയും ഞാൻ നിന്നെ എൻ്റെ പങ്കാളിയാക്കുകയും എൻ്റെ ഭൂസ്വത്തുക്കൾ നിനക്ക് ഓഹരി നൽകുകയും ചെയ്യും. അങ്ങനെ ഞാൻ നിബൂറിലേക്ക് പോവുകയും അൽക്കമിസ്റ്റിന്റെ വിശാലമായ ഭൂസ്വത്തുക്കൾ നോക്കി നടത്തുകയും ചെയ്തു. ഉയരങ്ങളിൽ എത്താനുള്ള നല്ല മോഹമുള്ളയാളായതുകൊണ്ടും സമ്പത്ത് എങ്ങനെ വിജയകരമായി കൈകാര്യം ചെയ്യണമെന്ന് 3 തത്വങ്ങൾ നന്നായി അറിയാവുന്നതിനാലും അയാളുടെ വസ്തുക്കളുടെ മൂല്യം വളരെയധികം വർദ്ധിപ്പിക്കാൻ ഞാൻ പ്രാപ്തനായിരുന്നു. അങ്ങനെ ഞാനും അഭിവൃദ്ധിപ്പെട്ടു. അൽക്കമിസ്റ്റ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ നിയമപരമായി നിശ്ചയിക്കപ്രകാരം എനിക്കും ആ ഭൂസ്വത്തിന്റെ ഓഹരി ലഭിച്ചു. അപ്പൊ അർക്കാഡ് തന്റെ ജീവിതകഥ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോ സുഹൃത്തുക്കളിലെ ഒരാൾ ചോദിക്കുകയാണ്, നീ തീർച്ചയായും ഭാഗ്യവാനാണ്. അതുകൊണ്ടാണല്ലോ നിന്നെ ആൽക്കമിസ്റ്റ് ഒരു പിന്തുടർ അവകാശിയാക്കിയത്. ആൽക്കമിസ്റ്റിനെ അപ്പോ ഈ സുഹൃത്തുക്കൾ ഈ കഥ കേട്ടപ്പോൾ ഒരാൾ പറയാണ്, ഈ ഭാഗ്യവാനാണ്, അതായത് ഇദ്ദേഹം സമ്പന്നനായത് ഭാഗ്യം കൊണ്ടാണെന്ന് വിശ്വസിച്ച സുഹൃത്ത് ഈ കഥ കേട്ടുകഴിഞ്ഞ് പറയാം, ആൽക്കമിസ്റ്റിനെ കണ്ടുമുട്ടതിന് മുമ്പ് തന്നെ അഭിവൃദ്ധിപ്പെടണമെന്നും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നതിൽ മാത്രമാണ് ഞാൻ ഭാഗ്യവാൻ. 4 വർഷങ്ങൾ എൻ്റെ വരുമാനത്തിന്റെ 10-1 മിച്ചം വെച്ച് ഞാൻ എൻ്റെ നിശ്ചയദാർഢ്യം ഞാൻ തെളിയിച്ചില്ലേ. വർഷങ്ങളോളം മത്സ്യങ്ങളുടെ സ്വഭാവങ്ങൾ പഠിച്ച ഒരു മീൻപിടുത്തക്കാരന് കാറ്റുമറിഞ്ഞതിന് മത്സ്യം പിടിക്കാൻ കഴിയും. അയാളെ നിങ്ങൾ ഭാഗ്യവാനെന്ന് വിളിക്കുമോ? നേരത്തെ തയ്യാറാക്കാത്ത ആളുകളോട് സമയം പാഴാകാത്ത അധികാരിയായ ഒരു ദേവതയാണ് അവസരം എന്ന് സുഹൃത്തുക്കളോട് അദ്ദേഹം പറയാണ്. നല്ല ഇച്ഛാശക്തി ഉള്ളത് കൊണ്ടാണ് ആദ്യ വർഷത്തെ സമ്പാദ്യം നഷ്ടപ്പെട്ടിട്ടും നിനക്ക് തുടരാൻ കഴിഞ്ഞത് എന്ന് മറ്റൊരു സുഹൃത്ത് പറഞ്ഞു. ഇച്ഛാശക്തി, എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? അർക്കാഡ് എതിർത്തു.
ഒരൊട്ടകത്തിന് വഹിക്കാൻ പറ്റാത്ത ഭാരം പൊക്കാനോ അല്ലെങ്കിൽ ഒരു ജോഡി കാളകൾക്ക് ഇളക്കാൻ പറ്റാത്ത ഭാരം വലിച്ചുകൊണ്ട് പോകാനോ വേണ്ട ശക്തി ഒരു മനുഷ്യന് അയാളുടെ ഇച്ഛാശക്തി നൽകുമെന്ന് നീ കരുതുന്നുണ്ടോ? നിറവേറ്റണമെന്ന് നീ നിശ്ചയിച്ച ഒരു ഉദ്യമം സാധിക്കാനുള്ള അചഞ്ചലമായ ഉദ്ദേശം മാത്രമാണ് ഇച്ഛാശക്തി. എത്ര നിസ്സാരമായാലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ അത് പൂർത്തീകരിക്കും. പിന്നെ എങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം ഉണ്ടാവുക? ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയുമെന്നിരിക്കട്ടെ, ഇനി വരുന്ന 100 ദിവസവും നഗരങ്ങളിലേക്കുള്ള പാലത്തിലൂടെ നടക്കുമ്പോൾ തെരുവിൽ നിന്നും ഒരു ചരൽക്കല്ല് പൊറുക്കി ഞാൻ പുഴയിലേക്ക് എറിയും. ഞാൻ അത് ചെയ്തിരിക്കും. 7-ാമത്തെ ദിവസം പാലത്തിലൂടെ നടക്കുമ്പോൾ ചരൽക്കല്ല് എറിയാൻ ഓർത്തില്ലെന്നിരിക്കട്ടെ, നാളെ 2 ചരൽക്കല്ലുകൾ പുഴയിലിട്ട് ശരിയാക്കും എന്നല്ല ഞാൻ എന്നോട് തന്നെ പറയുക. പകരം തിരിച്ചു നടന്ന് ഞാൻ ഒരു കല്ല് വെള്ളത്തിലേക്ക് എറിയും. ഇനി 20-ാം ദിവസമായാലും ഈ പ്രവൃത്തി നിർത്തുകയില്ല. അപ്പോ ആർക്കാട് പറഞ്ഞിട്ടുണ്ടാവും, കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഒരു ചലഞ്ചിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ നിശ്ചയദാർഢ്യമുള്ള ഒരാളാണെന്ന് അദ്ദേഹം പറഞ്ഞ സുഹൃത്തുക്കളോട്. അതായത് ഞാൻ പിന്നെ അങ്ങാടിയിലൂടെ പോകുമ്പോ ആ പാലത്തുനിന്ന് ഒരു കല്ലെടുത്ത് 100 ദിവസം വെള്ളത്തിലേക്ക് ഇടുന്നു ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിർത്താതെ 100 ദിവസം ഞാൻ ചെയ്യുന്നതാണ്. അതിന് മറന്നു പോയാൽ തിരിച്ചു വന്നിട്ടിടും, അല്ലാതെ നാളെ 2 കല്ലിടും എന്നല്ല. ഇന്ന് നമ്മൾ ദിവസവും ഒരു 15 മിനിറ്റ് എക്സസൈസ് ചെയ്യാന്ന് വിചാരിക്കുന്ന ഒരാളാണ് 100 ദിവസത്തേക്ക്. അത് ഓർത്ത സമയത്ത് നാളെ 30 മിനിറ്റ് ചെയ്യുന്നതല്ല അദ്ദേഹം, നീട്ടിക്കൊണ്ടു പോവല്ല പറഞ്ഞത്, ഓർഗനൈസേഷൻ ചെയ്യല്ല. അദ്ദേഹം തിരിച്ചു വന്നിട്ട് 15 മിനിറ്റ് എക്സസൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്താകുക, പിന്നെ അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് ഏർപ്പെടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആർക്കാട് ഇത് ഉപയോഗശൂന്യമായ പ്രവൃത്തിയാണ്. ഓരോ ദിവസവും ഓരോ ചരൽക്കല്ല് പുഴയിലേക്ക് എറിഞ്ഞ് നിനക്ക് എന്ത് കിട്ടാനാണ്? കൈ നിറയെ ചരൽക്കല്ലുകൾ എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞ് ഇതങ്ങ് തീർക്കൂ എന്ന് ഞാൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. ഞാനൊരു പ്രവൃത്തി തീരുമാനിച്ചാൽ അത് പൂർത്തീകരിക്കും. അതുകൊണ്ട് തന്നെ ദുഷ്കരമായതോ അപ്രായോഗികമായതോ ആയ ഉദ്യമങ്ങൾ ഞാൻ തുടങ്ങാറില്ല. കാരണം ഒഴിവ് സമയം എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കഥയിലൂടെ പറഞ്ഞത് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ മറ്റൊരു സുഹൃത്ത് ശബ്ദം ഉയർത്തി പറഞ്ഞു, നീ പറഞ്ഞത് ശരിക്കും കേട്ടെടുത്തോളം അങ്ങനെ തന്നെ. യുക്തിസഹമാണെങ്കിൽ ഇത്രയും ലളിതമായ കാര്യം എല്ലാവരും ചെയ്താൽ അത്രയും ആവശ്യത്തിനുള്ള സമ്പത്ത് മതിയാകാതെ വരുമല്ലോ. അത് കേൾക്കുമ്പോ ഒരു നിസ്സാരമായത് തോന്നിയത് കൊണ്ട് സുഹൃത്ത് ചോദിക്കുകയാണ്, പിന്നെ ഇതിങ്ങനെ ചെയ്യാ, അതായത് കൺസിസ്റ്റൻസി നമുക്ക് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് എല്ലാവർക്കും സമ്പന്നനാവാമല്ലോ എന്നാണ് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചത്. മനുഷ്യൻ ഊർജം വിനിയോഗിക്കുന്നതൊക്കെ സമ്പത്ത് വളരും, ആർക്കാട് മറുപടി കൊടുത്തു. ഒരു സമ്പന്നൻ പുതിയൊരു കൊട്ടാരം നിർമ്മിച്ചാൽ അതിന് ചിലവഴിച്ച സ്വർണ്ണ നാണയങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിന്റെ ഒരു ഭാഗം ഇഷ്ടിക നിർമ്മാതാവിന് കിട്ടുന്നു, പണിക്കാരന് ഒരു ഭാഗം കിട്ടുന്നു, അത് രൂപകൽപ്പന ചെയ്ത കലാകാരനും ഒരു ഭാഗം കിട്ടുന്നു. ആ വീട് പണിയാൻ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ചിലവിട്ട സ്വർണ്ണനാണയത്തിന്റെ പങ്ക് കിട്ടുന്നു. ഇനി കൊട്ടാര നിർമ്മാണം പൂർത്തിയായാൽ ചിലവഴിച്ച പണത്തിന്റെ മൂല്യം അതിനില്ലേ? ആ കൊട്ടാരം ഉള്ളത് കൊണ്ട് തന്നെ അത് കെട്ടിപ്പൊക്കിയ സ്ഥലത്തിന് മൂല്യം കൂടുന്നില്ലേ? ഇതേ കാരണത്താൽ തന്നെ അതിന്റെ തൊട്ടടുത്ത ഭൂമിയുടെ മൂല്യം കൂടുന്നില്ലേ? സമ്പത്ത് വളരുന്നത് അത്ഭുതകരമായ വഴികളിലൂടെയാണ്. അതിന്റെ പരിധി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. കപ്പൽ വഴിയുള്ള വ്യാപാരത്തിൽ ഉണ്ടാക്കിയ സമ്പത്ത് ഉപയോഗിച്ച് തരിശായ തീരപ്രദേശങ്ങൾ ഫിനീഷ്യക്കാർ വലിയ നഗരങ്ങൾ ഉണ്ടാക്കിയില്ലേ? അദ്ദേഹം പറയാണ്, സമ്പത്തൊക്കെ എടുത്തിട്ട് നമ്മളൊരു പിന്നെ കൊട്ടാരം ഉണ്ടാക്കിയാൽ സമ്പത്ത് തീർന്നു പോകുന്നില്ലല്ലോ, അതിന്റെ മൂല്യം വർദ്ധിക്കുന്നുണ്ടല്ലോ. വിൽക്കുന്ന സമയത്ത് അത് ഇരട്ടിയായിട്ടാണല്ലോ കിട്ടുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ കയ്യിലുള്ള പണം ചോർന്നു പോകുന്നില്ല എന്നാണ്, അത് ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. ഞങ്ങൾക്ക് കൂടി സമ്പന്നരാകാൻ എന്ത് ഉപദേശമാണ് നീ തരിക? മറ്റൊരു സുഹൃത്ത് ചോദിച്ചു. വർഷങ്ങൾ കടന്നുപോയി, ഞങ്ങൾ ഇന്ന് പഴയ യുവാക്കളല്ല, ഭാവിയിലേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടുമില്ല. അൽക്കെമിസ്റ്റിന്റെ വിവേകം ഉൾക്കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നതിന്റെ ഒരു ഭാഗം എനിക്ക് വേണ്ടി കരുതി വെക്കാനുള്ളതാണ് എന്ന് സ്വയം ഉരുടുക. ഇതാണ് എന്റെ ഉപദേശം. അതായത് ആർക്കാട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാണ്. ആർക്കാടിന് ഉപദേശം കിട്ടിയത് ആൽക്കെമിസ്റ്റിൽ നിന്നാണ്. ആൽക്കെമിസ്റ്റ് പറഞ്ഞു കൊടുത്തത് എന്താണോ, അതായത് നീ സമ്പാദിക്കുന്നതിന്റെ 1/10 നീ കരുതി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് സ്വയം ഉരുവിടുക എന്നാണ് എന്റെ ഉപദേശം. രാവിലെ ഉറക്കമുണർന്ന ഉടനെയും രാത്രിയിലും മാത്രമല്ല, ഓരോ മണിക്കൂറിലും ഈ വാക്കുകൾ ഉരുവിടുക. ആകാശത്ത് തീ കൊണ്ട് എഴുതിയ അക്ഷരങ്ങൾ പോലെ അവ മുന്നിൽ നിൽക്കുന്നത് വരെ ആ വാക്കുകൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ആശയത്തിൽ സ്വയം മതിപ്പുണ്ടാക്കുക. നിങ്ങളിൽ ഈ ചിന്ത നിറക്കുക. എന്നിട്ട് വിവേകപരമെന്ന് തോന്നുന്നത്ര മാറ്റി വെക്കുക. എന്നാൽ അത് 10-1 കുറയരുത്. ആവശ്യമെങ്കിൽ നിങ്ങളുടെ
മറ്റു ചിലവുകൾ ഇതിനു വേണ്ടി ക്രമീകരിക്കുക. പക്ഷേ മിച്ചം വെക്കേണ്ടിയിരുന്ന ആ വീതം മാറ്റിവെക്കുക. നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സമ്പാദ്യം നിങ്ങൾക്കുണ്ട് എന്നതൊരു നല്ല തൊട്ടറിവായി നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. അത് വർദ്ധിക്കുന്നതോറും നിങ്ങളെ അത് ഉത്തേജിപ്പിക്കും. ജീവിതത്തിന്റെ ഒരു പുതിയ ആഹ്ലാദം നിങ്ങളെ പുളകം കൊള്ളിക്കും. കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ വലിയ പ്രയത്നങ്ങൾ നിങ്ങളെ തേടി വരും. കാരണം അധികം വരുന്ന വരുമാനത്തിന്റെ 10-1 നിങ്ങൾക്ക് മാത്രമായി കരുതി വെക്കുകയാണല്ലോ. അതിനുശേഷം നിങ്ങളുടെ ഈ നിധിയെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക. അതിനെ നിങ്ങൾ അടിമയാക്കുക. അതിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നിങ്ങൾക്ക് വേണ്ടി ജോലി എടുപ്പിക്കുക. ഭാവിയിലേക്കായി ഒരു വരുമാനം ഉറപ്പുവരുത്തുക. വൃദ്ധരായവരെ നോക്കുക. നിങ്ങളും അവരൊരാളാകും എന്ന കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങളുടെ സമ്പാദ്യം ശ്രദ്ധയോടെ നിക്ഷേപിക്കുക. നിക്ഷേപിക്കുന്ന പണത്തിന് കൊള്ളപ്പലിശയുടെ നിരക്കിൽ തിരിച്ചു കിട്ടുമെന്നുള്ള വാഗ്ദാനങ്ങൾ ചതിയിൽ ചേര മുഴങ്ങുകയാണ്. അത് മുഴങ്ങുന്നത് നഷ്ടത്തിന്റെയും മനോവേദനയുടെയും പാറയൊഴുക്കിലേക്കാണ്. നിഷ്കളങ്കരായവരെ വശീകരിക്കാനാണ്. ദൈവങ്ങൾ നിങ്ങളെ പരലോകത്ത് വിളിച്ചാൽ നിങ്ങളുടെ കുടുംബം കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടത് ചെയ്യുക. നിശ്ചിത ഇടവേളകളിൽ നടത്തുന്ന ചെറിയ പണമിടപാടുകൾ അത്തരം സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ മുൻകൂട്ടി പണമിടവുകൾ നടത്തുന്നയാൾ അത്തരം ഒരു നല്ല കാര്യത്തിന് വേണ്ടി വലിയ തുക ലഭ്യത പ്രതീക്ഷിക്കുന്നത് വൈകിക്കുന്നില്ല. വിവേകിയുടെ അഭിപ്രായം ആരായുക. പണമിടപാട് ദൈനംദിന ജോലിയായി ചെയ്യുന്നവരുടെ ഉപദേശം തേടുക. അസ്മൂറിന്റെ അഭിപ്രായത്തെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ചതുപോലുള്ള ഞാൻ ചെയ്ത തെറ്റുകളിൽ നിന്നും അവർ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ചെറുതാണെങ്കിലും സംരക്ഷിതമായ ആദായത്തിൽ നിന്നും ശ്രേഷ്ഠമായ ഉപദേശം ചെയ്യുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് സമ്പന്നനാകാനുള്ള കാര്യങ്ങൾ 10% മാറ്റി വെക്കുക, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ മണിഞ്ചേ പോലുള്ള അബദ്ധങ്ങളിലേക്കൊന്നും പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാത്തതോ സ്പീഡായി വായിക്കുന്നെങ്കിലും ഉണ്ട്? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. സാറോ റസാഖ് സാറോ ശീല മാമോ? ഓക്കെയാണ് സാർ. താങ്ക് യു. ഇവിടെയുള്ളപ്പോൾ ജീവിതം ആസ്വദിക്കുക. അത്യായാസം നല്ലതല്ല. വളരെ കൂടുതൽ മെച്ചം വെക്കുകയും വരുത്. സമ്പാദിക്കുന്നതിൽ 10-1 മാത്രമേ ആശ്വാസത്തോടെ നിങ്ങൾക്ക് നീക്കിവെക്കാൻ കഴിയുന്നുവെങ്കിൽ അതിൽ സംതൃപ്തരാകുക. അതായത് നമ്മൾ മിച്ചം വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ആവേശം വരും. അപ്പൊ നമ്മളെന്താ കിട്ടുന്നതിന്റെ ഒരു 20% ചിലപ്പോൾ നമ്മൾ മാറ്റി വെക്കും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്താകുമോ 20% മെച്ചം വെച്ചതും ആദ്യം മെച്ചം വെച്ച 10% കൂടി നമ്മൾ എടുത്തു പോകും. അപ്പൊ നമുക്ക് കഴിയുന്നത് മാത്രം മാറ്റി വെക്കുക എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഈ ആൽക്കെമിസ്റ്റ് എന്ന ആള് ഇങ്ങനെ 10% 4 വർഷം മാറ്റി വെച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. 4 വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമായി അറിയാലോ. ഇപ്പൊ സാലറി കിട്ടുമ്പോൾ ഒരു 10% മാറ്റി വെച്ചാൽ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ നമുക്കത് എന്താക്കാം നല്ലൊരു രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക. ചിലവഴിക്കാൻ ഭയമുള്ള പിശുക്കനൊന്നും ആവേണ്ട. തക്കതായ വസ്തുക്കൾ ആസ്വദിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതം നല്ലതും സമ്പുഷ്ടവുമാണ്. ആർക്കാടിന് നന്ദി പറഞ്ഞ് അവർ മടങ്ങി. അവരിൽ ചിലർ നിശബ്ദരായിരുന്നു. കാരണം അവർക്ക് കേട്ടത് മനസ്സിലാക്കാനുള്ള ഭാവന ഉണ്ടായിരുന്നില്ല. മറ്റു ചിലർക്ക് പരിഹാസം കലർന്ന പുച്ഛമായിരുന്നു. കാരണം അവർ കരുതിയിരുന്നത് ഇത്രയും സമ്പന്നരായ ഒരാൾ തന്റെ ഭാഗ്യവാന്മാരല്ലാത്ത പഴയ ചങ്ങാതിമാർക്ക് തന്റെ സമ്പത്ത് പകുത്തു നൽകുമെന്നായിരുന്നു. എന്നാൽ ചിലരുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം വന്നു. പകർത്തെഴുത്തുകാരുടെ മുറിയിലേക്ക് ഓരോ പ്രാവശ്യവും ആൽക്കെമിസ്റ്റ് തിരിച്ചു വന്നതിന് കാരണം ഇരുട്ടിൽ നിന്നും സാവകാശം വെളിച്ചത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യനെ അവിടെ അയാൾ കണ്ടതുകൊണ്ടായിരുന്നു എന്നവർക്ക് മനസ്സിലായി. ആ മനുഷ്യൻ ആ വെളിച്ചം കണ്ടെത്തിയപ്പോൾ ഒരു സ്ഥാനം അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. അയാൾ തന്റെ ധാരണകൾ സ്വയം കണ്ടെത്തുകയും അവസരത്തിന് തയ്യാറാകുകയും ചെയ്യുന്നത് വരെ മറ്റൊരാൾക്കും ആ സ്ഥാനത്ത് നിയമിപ്പെടാൻ കഴിയില്ലായിരുന്നു. ഈ അവസാനം പറഞ്ഞ കൂട്ടരാണ് വരും വർഷങ്ങളിൽ അർക്കാഡിനെ ഇടയ്ക്കിടെ സന്ദർശിച്ചത്. അർക്കാഡ് അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അയാൾ അവരോട് കൂടിയാലോചന നടത്തുകയും വിശാലമായ അനുഭവമുള്ള ആളുകൾ ചെയ്യാറുള്ളത് പോലെ തന്റെ അറിവ് സൗജന്യമായി അവർക്ക് നൽകുകയും ചെയ്തു. സുരക്ഷിതമല്ലാത്ത നല്ല പലിശ നിരക്കിൽ അവരുടെ സമ്പാദ്യം നിക്ഷേപിക്കാനും ആദായമില്ലാത്ത നിക്ഷേപങ്ങളിൽ നിന്നും പണം കുടുങ്ങിക്കിടക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാതിരിക്കാനുള്ള സഹായം അവർ നൽകി. ആൽക്കെമിസ്റ്റിൽ നിന്നും അർക്കാഡിൽ നിന്നും അവരിലേക്ക് വന്ന സത്യം അവർ തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ്. അതേപോലെ അർക്കാഡിൽ ഈ പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങളിലേക്കും എനിക്കും ഈ അറിവ് കിട്ടി. അപ്പൊ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പുസ്തകം വായിച്ചതുകൊണ്ട്. ആൽക്കെമിസ്റ്റ് പറഞ്ഞുകൊണ്ട് അർക്കാഡ് അത് ഇംപ്ലിമെന്റ് ചെയ്തു. അദ്ദേഹം വിജയിച്ചു.
അങ്ങനെ അദ്ദേഹത്തിന് സുഹൃത്തുക്കളും വിജയിച്ചു. ഇത് കേട്ട നമ്മൾ ഇത് ചെയ്യുക, നമ്മൾ വിജയിക്കുന്നുണ്ടോ നോക്കാലോ. അപ്പൊ അടുത്ത അധ്യായത്തിലേക്ക് എടുക്കാണ്. ശോഷിച്ച പണസഞ്ചിക്കുള്ള സത്യചികിത്സകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ബാബിലോണിലെ പ്രതാപം ശാശ്വതമാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിസ്മയകരമായ അമൂല്യ നിധി ശേഖരണമുള്ള സമ്പന്നമായ നഗരങ്ങളൊന്നും അതിന്റെ കീർത്തി ഇന്ന് നിലനിൽക്കുന്നു. എന്നാൽ എല്ലായ്പ്പോഴും അതെങ്ങനെ ആയിരുന്നില്ല. ബാബിലോണിന്റെ സമ്പത്ത് അവിടെ ജീവിച്ചവരുടെ വിവേകത്തിന്റെ ഫലമായിരുന്നു. എങ്ങനെ സമ്പന്നനാകാമെന്ന് അവർ ആദ്യം പഠിക്കുകയായിരുന്നു. ശ്രേഷ്ഠനായ രാജാവ് സർഗോൺ എലാമൈറ്റുകളുമായ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തി ബാബിലോണിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അഭിമുഖീകരിച്ചത് ഗൗരവമായുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു. ബാബിലോണിലെ റോയൽ ചാൻസലർ രാജാവിനോട് കാര്യം വിശദീകരിച്ചു. തിരുമേനി, അങ്ങ് നിർമ്മിച്ച ബൃഹത്തായ ജലസേചന കനാലുകളും പ്രതാപമാർന്ന ദേവാലയങ്ങളും ജനങ്ങൾക്ക് വലിയ സമൃദ്ധി കൊണ്ടുവന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഈ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആളുകൾ സ്വന്തമായി വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. തൊഴിലാളികൾക്ക് പണിയില്ലാതെ ആയിരിക്കുന്നു. വ്യാപാരികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ ആളുകളില്ല. കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്നില്ല. ആവശ്യത്തിന് ഭക്ഷണം വാങ്ങാൻ ജനങ്ങളുടെ കയ്യിൽ പണവുമില്ല. ഈ വൻ പദ്ധതികളൊക്കെ നാം ചിലവഴിച്ച പണമൊക്കെ എവിടെ പോയി എന്ന് രാജാവ് ചോദിച്ചു. ആ പണമെല്ലാം നമ്മുടെ നഗരത്തിലെ ചുരുക്കം ചില സമ്പന്നരുടെ കയ്യിലേക്കാണ് പോയത്. ആട്ടിൻപാൽ അരിപ്പയിലൂടെ അരിക്കുന്ന വേഗത്തിൽ ആ പണമെല്ലാം ആളുകളുടെ വിരകളിലൂടെയാണ് ചോർന്നു പോയി. പണത്തിന്റെ അരുവിലേക്ക് ഒഴുക്കി നിന്നും മിക്ക ആളുകളും വരുമാനം ഉണ്ടാക്കാനുള്ള വഴികളൊന്നുമില്ല. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് ചുരുക്കം ചിലർക്ക് ഇത്രയും ധനം സമ്പാദിക്കാൻ കഴിഞ്ഞത്? കാരണം അവർ എങ്ങനെ അത് സാധിക്കുമെന്ന് അറിയാം. ചാൻസലർ മറുപടി നൽകി. വിജയിക്കാൻ എന്തു ചെയ്യണമെന്ന് അറിയുന്ന ആൾ വിജയിച്ചതിന് അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മാത്രമല്ല, ന്യായമായ രീതിയിൽ നേടിയ അയാളുടെ സമ്പാദ്യം അയാളിൽ നിന്നെടുത്ത് കഴിവ് കുറഞ്ഞ ആളുകൾക്ക് നൽകാനും കഴിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാ ആളുകളും അങ്ങനെ സമ്പാദിക്കുന്നതും എങ്ങനെ ധനികരും ഐശ്വര്യമുള്ളതാണെന്നും പഠിക്കുന്നില്ല? അത് എളുപ്പം സാധ്യമാണ് തിരുമേനി. പക്ഷെ ആർക്കും അവരെ പഠിപ്പിക്കാൻ സാധിക്കും? തീർച്ചയായും പുരോഹിതർക്ക് അത് പറ്റില്ല. പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അവർക്ക് അറിയില്ലല്ലോ. നമ്മുടെ നഗരത്തിൽ എങ്ങനെ ധനികരാകാമെന്നും ഏറ്റവും നന്നായി അറിയുന്നത് ആർക്കാണ്? ചാൻസലർ രാജാവ് ചോദിച്ചു. അങ്ങനെ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് തിരുമേനി. ബാബിലോണിലെ ആരാണ് ഏറ്റവും അധികം സമ്പത്ത് വാരിക്കൂട്ടിയത്? വ്യക്തമാണ്. എന്റെ സമ്മർദ്ദനായ ചാൻസലർ, അത് അർക്കാടാണ്. അയാൾ ബാബിലോണിലെ ഏറ്റവും സമ്പന്നനായ ആളാണ്. അങ്ങനെ അവര് ചർച്ച ചെയ്യാണ്. അങ്ങനെ ഈ സമ്പത്തൊക്കെ അവിടെ ഒരു യുദ്ധം പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഒരുപാട് വികസനങ്ങളൊക്കെ വന്നു. അപ്പം മൊത്തത്തിൽ പട്ടിണിയായപ്പോ ഈ ഇപ്പൊ ജോലി ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ജോലി ഉണ്ടാക്കാനും വരുമാനമാകാമെന്നുള്ള കാര്യങ്ങള് പിന്നെ രാജാവ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി അർക്കാടിന്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ അർക്കാടിനെ അദ്ദേഹം വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ആ രാജ്യത്ത് ഒരു വിളംബരം നടത്തുകയാണ്. പിന്നെ അങ്ങനത്തെ പണക്കാരനാവാൻ താല്പര്യമുള്ള ആളുകളൊക്കെ വരാൻ, സമ്പത്ത് ഉണ്ടാക്കാനും ബിസിനസ് നടത്താനൊക്കെ താല്പര്യമുള്ള ആളുകളോട് വരാൻ പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വിളിച്ച് വരുത്തിയിട്ട് അർക്കാട് അവിടെ നിന്ന് രാജാവിനെ കണ്ട് രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ സമ്പന്നനായതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോ രാജാവ് പറഞ്ഞു, വളരെ സന്തോഷം, പിന്നെ ഏതായാലും പിന്നെ പറയാനുള്ള മനസ്സ് കാണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്താണ് അദ്ദേഹം ക്ലാസ്സിലേക്ക് ആളുകൾ വന്നു. ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നോട്ട് ചെയ്യാൻ പറ്റുന്നവർ നോട്ട് ചെയ്യുക ആ കാര്യങ്ങള്. പിന്നെ എല്ലാരും ആ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. വന്നിരുന്നിട്ട് അദ്ദേഹം തുടങ്ങുകയാണ്. ഞാൻ ഞാൻ പകരാൻ പോകുന്ന അറിവ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതെന്നോട് തന്നെ സംവാദം. നിങ്ങൾ പരസ്പരം അത് ചർച്ച ചെയ്യണം. ഈ പാഠങ്ങൾ സമ്പൂർണ്ണമായി പഠിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പണസഞ്ചിയിലെ സമ്പത്തിന്റെ വിത്തുകൾ നേടാം. ആദ്യമായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ വിവേകത്തോടെ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്കാകേണ്ട പ്രാപ്തി വരും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ വസ്തുക്കൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയൂ. നിങ്ങളുടെ പണസഞ്ചികളെ എങ്ങനെ കൊയ്പ്പിക്കാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. സമൃദ്ധിയുടെ ദേവാലയത്തിലേക്ക് നയിക്കുന്ന ആദ്യത്തെ പടിയാണിത്. ഈ ആദ്യ പടിയിൽ ദൃഢമായ കാലുകൾ ഉറപ്പിക്കാൻ കഴിയാത്തയാൾക്ക് ഉയരങ്ങൾ താണ്ടാൻ കഴിയുമെന്നില്ല. ആദ്യത്തെ ചികിത്സ എന്താണെന്ന് നോക്കാം. രണ്ടാം നിരയിൽ ഇന്ത്യയിലേക്ക് കണ്ടിരിക്കുന്ന ഒരാളെ അർക്കാട് അഭിസംബോധന ചെയ്തു. സുഹൃത്തെ, നിങ്ങളുടെ കൈത്തൊഴിൽ എന്താണ്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഓരോരുത്തരുമാണ് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. നിങ്ങളെ കൈത്തൊഴിൽ എന്താണെന്നാണ് അർക്കാട് ഒരാളോട് ചോദിക്കുന്നത്. ഞാനൊരു എഴുത്തുകാരനാണ്, അയാൾ പ്രതികരിച്ചു. രേഖകൾ കളിമൺ ഫലകത്തിൽ കൊത്തി എഴുതുന്ന ആളാണ്. അപ്പോ അർക്കാട് പറയാണ്, ആ തൊഴിൽ ചെയ്തായിരുന്നു ഞാനും ആദ്യം ചെമ്പു നാണയങ്ങൾ സ്വായത്തമാക്കിയത്. അതുകൊണ്ട് നിങ്ങൾക്കും സമ്പാദ്യം ഉണ്ടാക്കാനുള്ള അതേ അവസരമുണ്ട്. കുറച്ചുകൂടി പിന്നിലിരിക്കുന്ന ചുവന്ന മുഖമുള്ള അയാളോട് അർക്കാട് ചോദിച്ചു, താങ്കൾക്ക് വരുമാനം ഉണ്ടാക്കുന്നത് എന്ത് ചെയ്താണെന്ന് പറയാമോ? ഞാനൊരു ഇറച്ചി വിൽപ്പനക്കാരനാണ്.
കർഷകർ വളർത്തുന്ന ആടുകളെ വാങ്ങി കശാപ്പ് ചെയ്ത് മാംസം വീട്ടമ്മമാർക്കും പാദരക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കും വിൽക്കുന്നു. താങ്കളും തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതിനാൽ ഒരിക്കൽ എനിക്കുണ്ടാകുന്ന വിജയത്തിനാവശ്യമായ ഓരോ അനുകൂല സന്ദർഭങ്ങളും താങ്കൾക്കുമുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ഇவ்விധം മറക്കാട് ശിഷ്യക്ക് ഓരോരുത്തരും എന്ത് തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ ശേഷം അയാൾ പറഞ്ഞു, എന്റെ ശിഷ്യരെ, പണം സമ്പാദിക്കാൻ കുറെ വ്യാപാരങ്ങളും തൊഴിലുകളും ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഓരോ മാർഗവും സ്വർണ്ണ നാണയങ്ങളുടെ അരുവികളാണ്. ആ അരുവിയിലേക്ക് ഒരു പങ്കാണ് തൊഴിൽ ചെയ്യുന്നയാൾ തന്റെ പണസഞ്ചിയിലേക്ക് ആയാസപ്പെട്ട് തിരിച്ചുവിടേണ്ടത്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെയും പണസഞ്ചിയിലേക്ക് അവരവരുടെ കഴിവനുസരിച്ച് കിട്ടുന്ന ചെറുതും വലുതുമായ നാണയങ്ങൾ അരുവി ഒഴുകിയെത്തുന്നത് ശരിയല്ല. അവർ ഓരോരുത്തരും അപ്പറഞ്ഞതിനോട് ചോദിച്ചു, നിങ്ങൾ ഓരോരുത്തരും നല്ല സമ്പാദ്യം ഉണ്ടാക്കുമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഏർപ്പെട്ടിരിക്കുന്ന വരുമാന സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്താൻ തുടങ്ങുന്നതല്ലേ ബുദ്ധി? അതിനോട് എല്ലാവരും യോജിച്ചു. എല്ലാവർക്കും പണസഞ്ചി ഉണ്ട്. തെറ്റ് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പണസഞ്ചി പോരാ, അല്ലെങ്കിൽ ഒരു പേഴ്സ് പോരാ, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോരാ. കാരണം നമ്മൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്ക് പേഴ്സിലേക്ക് വെക്കാൻ പണസഞ്ചിയിലേക്ക് വെക്കാൻ ആൾക്കാട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം പേഴ്സ് എന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കരുതുന്ന കാര്യങ്ങളാണ്. വെള്ളം കുടിക്കാൻ, പർച്ചേസ് ചെയ്യാൻ, ഹോട്ടലിൽ കയറാൻ, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. അക്കൗണ്ട് ആണെങ്കിൽ ഈ ഗൂഗിൾ പേ ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ നിത്യേന നമ്മൾ അതിലൂടെ ചെലവഴിക്കുക. അപ്പോ ഈ പണസഞ്ചിയിലേക്ക് നമ്മൾ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 10% കുറയാതെയുള്ള ആ ഒരു എമൗണ്ട് പറഞ്ഞല്ലോ, ആ പണമാണ്. അത് നമ്മൾ തുടരരുത്. ആ തൊടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണസഞ്ചി നമ്മൾ എന്താക്കുക, കണ്ടെത്തുക. മുട്ടക്കച്ചവടക്കാരനാണെങ്കിൽ മുട്ടക്കച്ചവടമാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ വിനേശനായ ഒരാൾ നേരെ തിരിഞ്ഞ് അവർക്കാട് ചോദിച്ചു, താങ്കളുടെ കൊട്ടയിൽ നിന്നും ഒന്ന് മാറ്റി വെച്ച് അതിൽ നിന്നും ഓരോ ദിവസവും രാവിലെ 10 മുട്ടകൾ വെക്കുക. ഓരോ ദിവസം വൈകുന്നേരം അതിൽ നിന്നും 9 മുട്ടകൾ എടുക്കുക. തൽഫലമായി എന്ത് സംഭവിക്കും? കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കൊട്ട നിറഞ്ഞു കഴിയും. എന്തുകൊണ്ട്? കാരണം ഓരോ ദിവസവും ഞാൻ എടുത്ത മുട്ടകളെക്കാളും ഒരു മുട്ട അതിൽ വെക്കുന്നു. അവർക്കാട് ചിരിച്ചു. അപ്പൊ ഒരു മുട്ട കച്ചവടക്കാരനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, കൊട്ടയിൽ 10 മുട്ടയും കൊണ്ടാണ് ഇയാൾ വിൽക്കാൻ എന്നും പോവാറ്. അപ്പോ അതിൽ നിന്നും ഒരു മുട്ട എന്നും മാറ്റി വെച്ചാല് സ്വാഭാവികമായിട്ടും കുറച്ചധികം മുട്ടകൾ അദ്ദേഹത്തിന് എന്താകാം, പിന്നെ വിരിയിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ മുട്ട ഉണ്ടാക്കാനോ സാധിക്കും. ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ ശോഷിച്ച പണസഞ്ചി ഉണ്ടോ? ആദ്യം ഒരു രസികത്വം കേൾക്കുന്ന മട്ടിൽ അവർ ഇരുന്നു. പിന്നെ അവർ ചിരിച്ചു. അവസാനം അവർ കയ്യിലെ പണസഞ്ചികൾ തമാശയോടെ വീശി. ശരി, ശോഷിച്ച പണസഞ്ചികളിൽ ഞാൻ പഠിച്ച ആദ്യത്തെ ചികിത്സ എന്താണെന്ന് നിങ്ങളോട് പറയാം. മറക്കാട് തുറന്നു. മുട്ട കച്ചവടക്കാരനോട് ഞാൻ സൂചിപ്പിച്ച കാര്യം കൃത്യമായി ചെയ്യുക. നിങ്ങളുടെ പണസഞ്ചിയിൽ ഇടുന്ന ഓരോ 10 നാണയങ്ങളിൽ നിന്നും 9 നാണയങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുക. വൈകാതെ തന്നെ നിങ്ങളുടെ പണസഞ്ചി കൊഴിക്കാൻ തുടങ്ങും. അതിന്റെ വർദ്ധിച്ചു വരുന്ന ഭാരം നിങ്ങളുടെ കരങ്ങൾക്ക് സുഖകരമാകും. നിങ്ങളുടെ ആത്മാവിൽ അത് സമൃദ്ധി കൊണ്ടുവരികയും ചെയ്യും. ഞാൻ പറയുന്നതിൽ ലാളിത്യം കൊണ്ട് പുച്ഛിക്കരുത്. സത്യം എപ്പോഴും ലളിതമാണ്. ഞാൻ എങ്ങനെയാണ് ധനികനായത് എന്ന് നിങ്ങളോട് പറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് എന്റെ തുടക്കം. എന്റെ കയ്യിൽ ഒരിക്കലും ഉണ്ടായിരുന്നത് ഒരു മെലിഞ്ഞ പണസഞ്ചിയായിരുന്നു. അതിൽ ഞാൻ ശപിച്ചിരുന്നു. കാരണം എന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒന്നും അതിലുണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ ഞാൻ നിക്ഷേപിച്ച 10ൽ 9 ഭാഗങ്ങൾ ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ പണസഞ്ചിയുടെ വണ്ണം കൂടാൻ തുടങ്ങി. 10 നാണയങ്ങളിൽ അദ്ദേഹം എന്താണ് 9 നാണയങ്ങളിൽ എപ്പോഴും എടുക്കാറുള്ളായിരുന്നു. ഏത് സമയത്തും പണസഞ്ചിയിലേക്ക് പണം വരുമ്പോ ഒരെണ്ണം അദ്ദേഹം ബാക്കി വെക്കും. ഇനി ഞാൻ ഒരു വിചിത്ര സത്യം പറയാം. ഈ സത്യത്തിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. എന്റെ സമ്പാദ്യത്തിൽ 10ൽ 9 എന്ന തോതിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്ന പരിപാടി ഞാൻ അവസാനിപ്പിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിന് മുൻപുള്ളതിനേക്കാൾ ഇല്ലായ്മ അനുഭവിച്ചിട്ടുമില്ല. മാത്രവുമല്ല, കുറച്ചു കഴിഞ്ഞപ്പോൾ പണം എന്റെ അടുത്തേക്ക് കുറെ കൂടി എളുപ്പത്തിൽ വരാൻ തുടങ്ങി. ഏതൊരാൾ അയാളുടെ മൊത്തം വരുമാനത്തിന്റെ ഒരു ഭാഗം ചെലവഴിക്കാതെ സൂക്ഷിക്കുന്നുവോ അയാളിലേക്ക് സമ്പത്ത് എളുപ്പത്തിൽ വന്നു ചേരുമെന്ന് തീർച്ചയാണ്. ദൈവങ്ങളുടെ നിയമമാണ്. അതുപോലെ കാലിയായ പണസഞ്ചിയുള്ളവരെ സമ്പത്ത് ഒഴിവാക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തിനെയാണ്? ഓരോ ദിവസത്തെയും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ രത്നാഭരണം, നല്ല ആഭരണങ്ങൾ, നല്ല ഉടുപ്പുകൾ, കൂടുതൽ ഭക്ഷണം, സാഫല്യം ഇവയൊക്കെയാണ് പെട്ടെന്ന് പോവുകയും മറവിയിലേക്കാവുകയും ചെയ്യുന്ന വസ്തുക്കളാണ്. അതോ സ്വർണം, ഭൂവസ്തു, നാൽക്കാലി കൂട്ടങ്ങൾ, വ്യാപാര ചരക്ക്, വരുമാനം കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ തുടങ്ങിയ ഉറപ്പുള്ള വസ്തുക്കളാണോ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്?
നിങ്ങൾ പണസഞ്ചിയിൽ നിന്നും എടുക്കുന്ന നാണയങ്ങൾ ആദ്യം പറഞ്ഞ വസ്തുക്കൾക്ക് കൊണ്ടുവരും. നിങ്ങൾ പണസഞ്ചിയിൽ സൂക്ഷിക്കുന്ന നാണയങ്ങൾ അവസാനം പറഞ്ഞ വസ്തുക്കൾ കൊണ്ടുപോകും. ഇതാണ് ശിഷ്യരെ എന്റെ സൂക്ഷിച്ച പണസഞ്ചിക്ക് ഞാൻ കണ്ടുപിടിച്ച ചികിത്സ. ഞാൻ നിക്ഷേപിച്ച ഓരോ 10 നാണയങ്ങളിൽ 9 മാത്രം ചിലവാക്കുക. ഈ സന്ദേശം നിങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുക. ആരെങ്കിലും ഇത് തെറ്റാണെന്ന് തെളിയിച്ചാൽ അക്കാര്യം നാളെ നമ്മൾ വീണ്ടും കാണുമ്പോൾ എന്നോട് പറയുക. അങ്ങനെ അദ്ദേഹം എന്താണ്, ആദ്യത്തെ ക്ലാസ്സിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ബുദ്ധിമുട്ടില്ലാതെ 9 നാണയങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സുഖകരമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞെന്നും ബാക്കിയുള്ള നാണയങ്ങൾ കൊണ്ട് അദ്ദേഹം എന്താണ്, പിന്നെ ഫോണോ നിത്യോപയോഗ സാധനങ്ങളോ വാങ്ങാതെ ആ പണം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ അദ്ദേഹം രണ്ടാം ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങൾ ചിലർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അത്യാവശ്യത്തിന് തന്നെ ചിലവഴിക്കാൻ സമ്പാദിക്കുന്ന പണം മതിയാകാതെ വരുമ്പോൾ എങ്ങനെയാണ് ഒരാളുടെ വരുമാനത്തിന്റെ 10-ൽ 1 മിച്ചം വെക്കാൻ കഴിയുക? ഇന്നലെ നിങ്ങളിൽ എത്ര പേർക്കാണ് സൂക്ഷിച്ച പണസഞ്ചി ഉണ്ടായിരുന്നത്? ഞങ്ങളെല്ലാവർക്കും ആ ക്ലാസ് ആകെ ഉത്തരം നൽകി. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വരുമാനമായിരുന്നല്ലോ ഉള്ളത്. ചിലർ മറ്റു ചിലരേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കുന്നു. ചിലർക്ക് സംരക്ഷിക്കാനും കൂടുതൽ വലിയ കുടുംബങ്ങളും ഉണ്ടാകും. എന്നിട്ടും എല്ലാ പണസഞ്ചികളിലും ഒരുപോലെ ശോഷിച്ചിരിക്കുന്നു. മനുഷ്യരെ കുറിച്ച്, അവരുടെ പുത്രന്മാരെ കുറിച്ചും നിങ്ങളോട് ഒരു അസാധാരണ സത്യം പറയാം. അതിതാണ്, മറിച്ചു തീരുമാനിക്കുന്നിടത്തോളം കാലം നാം അത്യാവശ്യമായ ചിലവുകൾ എന്ന് വിളിക്കുന്നവ നമ്മുടെ വരുമാനത്തിന്റെ അത്ര തന്നെ വളരും. നിങ്ങളുടെ അത്യാവശ്യ ചിലവുകൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും കൂട്ടിക്കുഴക്കരുത്. നിങ്ങൾ ഓരോരുത്തർക്കും കുടുംബങ്ങൾക്കും നിങ്ങളുടെ വരുമാനം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതിനേക്കാളും അധികം ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വരുമാനത്തിൽ കഴിയുന്നത്ര മാത്രം ചിലവഴിച്ച് നിങ്ങൾ ആ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നത്. തൃപ്തിപ്പെടാനാവാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ കൈവശം വെക്കുകയും ചെയ്യുന്നു. തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതിലും അധികം ആഗ്രഹങ്ങളുടെ ഭാരം പേറുന്നവരാണ് എല്ലാ മനുഷ്യരും. എന്റെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ എന്റെ എല്ലാ ആഗ്രഹങ്ങളെയും എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന്? അത് തെറ്റായ ആശയമാണ്. എനിക്ക് സമയത്തിന് പരിമിതികളുണ്ട്. എന്റെ കഴിവിനുമുണ്ട് പരിമിതികൾ. എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരത്തിനുമുണ്ട് പരിമിതികൾ. അതുപോലെ എനിക്ക് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണത്തിനുണ്ട്, എന്റെ ആസ്വാദനത്തിനും വേണ്ട ഉത്സാഹത്തിനുമുണ്ട് പരിമിതികൾ. എവിടെയൊക്കെ കിഴങ്ങ് വളർത്താൻ കർഷകൻ തന്റെ വയലിൽ നിലം ശരിയാക്കുന്നു, അവിടെയെല്ലാം കള വളരുന്നു. അതുപോലെ തൃപ്തിപ്പെടുത്താൻ സാധ്യതയുള്ളിടത്തോളം ആഗ്രഹങ്ങൾ മനുഷ്യന് വേണ്ടുവോളം വളരുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ബാഹ്യമുള്ളതാണ്, പക്ഷെ അവയിൽ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നത് വളരെ ചുരുക്കമാണ്. നിങ്ങൾ പതിവായി ജീവിതശീലങ്ങൾ ബുദ്ധിപൂർവ്വം പഠിക്കുക. അതിൽ വിവേകത്തോടെ കുറക്കാൻ പറ്റുന്നതോ ഒഴിവാക്കാൻ പറ്റുന്നതോ ആയ ചില പതിവ് ചിലവുകൾ മിക്കവാറും കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. ചിലവഴിച്ച് ഓരോ നിമിഷവും നാണയത്തിന്റെ അഭിമുഖാമികൾ മൂല്യത്തിന്റെയും 100% ആവശ്യപ്പെടുക എന്നാവട്ടെ നിങ്ങളുടെ പ്രമാണ വാക്യം. ഹലോ, കേൾക്കുന്നുണ്ടോ? Yes, sir. അതുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങളിലേക്കാണ് ചിലവഴിക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവ നിങ്ങൾ എഴുതി വെക്കുക. അതിൽ ഏതാണ് അത്യാവശ്യം, ഏതൊക്കെയാണ് നിങ്ങൾക്ക് വരുമാനത്തിന്റെ 10-ൽ 9 ചിലവാക്കിയതിലൂടെ സാധ്യമാവുക എന്നിവയെ തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ളവരെ വിട്ടുകളയുക. അവയെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ബാഹ്യമുള്ള ആഗ്രഹങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുക. അതിൽ പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അത്യാവശ്യം ചിലവുകളുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ പണസഞ്ചിയെ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുക. 10-ൽ 1 ഭാഗത്തിൽ ഒരിക്കലും കൈവെക്കരുത്. അതാവട്ടെ നിങ്ങളുടെ പൂർത്തീകരിക്കപ്പെടുന്ന ഏറ്റവും മഹത്തായ ആഗ്രഹം. നിങ്ങൾക്ക് സഹായമായ രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ക്രമീകരിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നിങ്ങളുടെ തെളിച്ചുകൊണ്ടിരിക്കുന്ന പണസഞ്ചിയെ കാക്കാനുള്ള നിങ്ങളുടെ പ്രഥമ സഹായിയായി മാറ്റുക. അപ്പോൾ ചുവന്ന സ്വർണ്ണ നിറത്തുള്ള മേലങ്കി അണിഞ്ഞ ഒരു വിദ്യാർത്ഥി എണീറ്റ് നിന്നും പറഞ്ഞു, ഞാൻ ഒരു സ്വതന്ത്രനായ മനുഷ്യനാണ്. ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ആസ്വദിക്കുക എന്നത് എന്റെ അവകാശമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എന്തിന് എത്ര എനിക്ക് ചിലവഴിക്കണമെന്നും തീരുമാനിക്കുന്ന ഒരു ബഡ്ജറ്റിന്റെ അടിമിത്തത്തിൽ ഞാൻ എതിർക്കുന്നു. എന്റെ ജീവിതത്തിൽ നിന്നും ഒരുപാട് സന്തോഷം അത് എടുത്തു കളയും. അത് തന്നെ ഭാരം വഹിക്കാനുള്ള വെറും ഒരു കൈതയാക്കി മാറ്റുന്നു. സുഹൃത്തെ, ആരാണ് നിങ്ങളുടെ വരവ് ചെലവുകൾ നിർണ്ണയിക്കുന്നത്? ആർക്കാണ് അയാളോട് ചോദിച്ചു. എനിക്ക് വേണ്ടത് ഞാൻ നിർണ്ണയിക്കുന്നു, ഉപയോഗിച്ച ആൾ മറുപടി പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു കൈതക്ക്
അവർ വഹിക്കേണ്ട ഭാരം എത്രയെന്നോ കണക്കാക്കേണ്ടി വന്നാൽ ആ കൈത രത്നങ്ങളും പരവതാനികളും ഭീമമായ സ്വർണ്ണ കട്ടകളും ഉൾപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. അവൻ ഉൾപ്പെടുത്തുക മരുഭൂമിയിൽ നടത്തൽ ആവശ്യം വേണ്ടുന്ന വൈക്കോലും ധാന്യവും ഒരു കുടവ് വെള്ളവുമാണ്. താങ്കളുടെ പണസഞ്ചിയെ കൊയ്പ്പിക്കാൻ എന്നതാണ് ബഡ്ജറ്റിന്റെ ഉദ്ദേശം. നിങ്ങളുടെ ആവശ്യങ്ങളും സാധ്യമാവുന്ന വിധത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിറവേറ്റാൻ സഹായിക്കാനാണ് ബഡ്ജറ്റ്. യാദൃശ്ചികമായി നിങ്ങളുടെ ആശകളിൽ നിന്നും നിങ്ങളുടെ വിലപ്പെട്ട ആഗ്രഹങ്ങളെ അത് കാക്കുന്നു. ഇരുണ്ട ഗുഹക്കുള്ളിലെ തെളിച്ചമുള്ള ഒരു വെളിച്ചം പോലെ ബഡ്ജറ്റ് നിങ്ങളുടെ പണസഞ്ചിയിലെ ചോർച്ചകളെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ആ ചോർച്ചകൾ അടക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നു. അതുവഴി വ്യക്തമായ ഉദ്ദേശങ്ങളും ആഗ്രഹ പൂർത്തീകരണവും നിങ്ങൾ ചിലവഴിക്കാൻ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതാണ് ശോഷിച്ച പണസഞ്ചിയിലേക്കുള്ള രണ്ടാമത്തെ ചികിത്സ. നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ 10-9 ഓഹരിയിൽ അധികം ചിലവഴിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും നിങ്ങളുടെ തക്കതായ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ട പണം ഉണ്ടാക്കുവാനായി ചിലവുകൾ ബഡ്ജറ്റ് ചെയ്തു കണക്കാക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ രണ്ടാമത്തെ ദിവസം കടന്നു പോവാണ്. മൂന്നാമത്തെ ദിവസം മുതലുള്ള ക്ലാസ് നമ്മൾ അടുത്ത അധ്യായത്തിൽ പറയുന്നതായിരിക്കും. അപ്പോ രണ്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, ഇപ്പത്തെ പിള്ളേരൊക്കെ കാണാല്ലേ, വരുമാനം ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഫോൺ എടുക്കാൻ EMI അല്ലെ, 10,000 രൂപ 12,000 രൂപ വരെ ശമ്പളം ഉള്ള ആളുകള് ചിലപ്പോ ഒരു മാസം 15,000 രൂപ വരെ EMI ആണ് വാഹനത്തിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ബഡ്ജറ്റ് ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത്. മുമ്പൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. അപ്പോൾ താങ്ക് യു. അപ്പൊ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറയാ, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് ചോദിക്കുക. അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു നൗഫൽ സാർ. സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും അറിയാത്തത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നല്ലൊരു ബുക്ക് റിവ്യൂ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച അല്ല, അതിന് മുൻപത്തെ ആഴ്ചയായിരുന്നു എനിക്ക് തോന്നുന്നു റിച്ചസ്റ്റ് മാൻ തന്നെ കണ്ടിന്യൂ ചെയ്തതാണ്. സോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കൊന്നും പറയാനില്ലേ? മാജിക് മോർണിംഗ് ഓൾ. ഹലോ, പ്രീത മാം. യെസ്, പ്രീത മാം പറഞ്ഞു. നൗഫൽ സാർ വളരെ നന്നായിരുന്നു ബുക്ക് റിവ്യൂ. ശരിക്കും നമുക്ക് ആ ഒരു ബുക്ക് വായിച്ചൊരു പ്രതീതിയായി. കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ തന്നെ സാർ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്നുള്ളതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തത്, അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി തന്നെ. അത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാണെങ്കിലും അത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് നിന്ന് വിജയം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് അതിലൊരുപാട് എക്സാമ്പിൾസിലൂടെ സാർ പറഞ്ഞു തന്നു. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തെന്നെ പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിലേക്ക് കൈ കടത്താതിരിക്കുക. അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ചെലവ് അത് കറക്റ്റ് ആയിട്ട് എഴുതി സൂക്ഷിച്ചിട്ട്, അതായത് വരവും ചെലവും എഴുതി സൂക്ഷിച്ചിട്ട് നമ്മൾ ചെലവാക്കുന്ന പണത്തിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പണത്തിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവുക. അങ്ങനെ ആവുമ്പോഴും നമുക്ക് അങ്ങനെ ഉയർന്നു വരാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് കറക്റ്റ് ആയിട്ട് തന്നെ എക്സാമ്പിൾസിലൂടെ പറഞ്ഞു തന്നു. ബുക്ക് റിവ്യൂ വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. ദിവ്യ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാജിക് മോർണിംഗ് സർ, നല്ലൊരു ബുക്ക് റിവ്യൂ ആയിരുന്നു. സാറ് കുറച്ച് ദിവസം മുന്നേ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കുറച്ച് പേജ് എനിക്ക് സെൻഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു എന്താ പറയാ, ഒന്ന് വായിച്ചപ്പോൾ തന്നെ 4-5 പേജ് വായിച്ചപ്പോൾ തന്നെ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. ഇതാണ് നമ്മുടെ എന്താ പറയാ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, എത്ര ശതമാനം നമുക്ക് മാറ്റി വെക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ അതിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചു. നന്നായി, വളരെ നന്നായിട്ടുണ്ട്. എന്താ പറയാ, ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷനും കൂടി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബുക്ക് റിവ്യൂ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വായിച്ച പോലെ തന്നെ
മനസ്സിൽ പതിഞ്ഞു എന്ന് വേണം പറയാൻ. ഇനി ഇതിന്റെ വീഡിയോ വരുമ്പോ ഇനി ഒന്നും കൂടി കേൾക്കണം. കാരണം വളരെ നന്നായിട്ടുണ്ട് പ്രസന്റേഷനും. ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അത് കൺസിസ്റ്റൻസിയോടുകൂടി നമുക്ക് ചെയ്യണം എന്ന് മാത്രം. അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ മൈൻഡിലൊരു എന്താ പറയാ പ്ലാനിങ് ഉണ്ടാവണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര മാസത്തേക്കാണ്, ലോങ് ടേം അല്ലെങ്കിലും ഷോർട്ട് ടൈം ആയിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം പിന്നീട് അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൽ നിന്നൊരു നല്ല റിസൾട്ട് കിട്ടും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ദിവ്യ മാം. ഷില മാം. ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. നൗഫൽ സാർ നല്ലൊരു പ്രസന്റേഷൻ. ശരിക്കും ആ ബുക്ക് വായിച്ചിട്ടില്ല, വായിച്ചിട്ടില്ലെങ്കിൽ പോലും കൂടെ ആ ബുക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സാറ് വായിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതായത് ജീവിതത്തിൽ നമ്മൾ പണം ചെലവാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വരവിനനുസരിച്ച് ചെലവാക്കാനും നല്ലൊരു പ്രോപ്പർ ബഡ്ജറ്റ് പ്ലാനിങ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്ന തുകയുടെ ഒരു 10% എങ്കിലും നമ്മൾ മാറ്റി വെച്ച് അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഇട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു കരുതൽ ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലായത്. പിന്നെ തീർച്ചയാണ് നമ്മളൊക്കെ എന്താണ് എപ്പോഴും പറയും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയും. നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും കൂടെ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലായിരിക്കും അവർ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത്. പണമില്ലെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡെയിലി പത്രത്തിലും മാധ്യമങ്ങളിലൂടെയും TV-യിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ധാരാളം പണമുള്ള കുടുംബത്തിൽ പോലും പേരൻസിനെ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ കാണുന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതിയൊക്കെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഇത്തിരി കരുതലൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമ്മളെ ഇതിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ഷില മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തതാരാ പറയുന്നേ? നൗഫൽ സർ, അത് പിന്നെ ഫസ്റ്റ് കുറച്ച് പാർട്ട് എനിക്ക് മിസ്സായി. അത് ഞാൻ റെക്കോർഡിങ് കേട്ട് ക്ലിയർ ചെയ്യാം. എന്തായാലും വളരെ നന്നായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ കാറിലിരുന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷൻ അർജന്റ് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു ചെറിയൊരു അസൗകര്യം വന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മൂർത്തി സാർ. മണി സാർ. പ്രൊഫസർ മാജിക് മോർണിംഗ്, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നമ്മൾ സ്വന്തം വായിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ കാര്യങ്ങൾ, അതായത് എങ്ങനെ സമ്പന്നനാവാം, അതായത് നമ്മൾ സമ്പാദ്യം ചെയ്യുക, അതായത് മിനിമം ഒരു 10% മാറ്റി അത് തൊടാതിരിക്കാന്നു, പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് എങ്ങനെ അനാവശ്യ ചെലവുകൾ എങ്ങനെ കുറയ്ക്കാന്നു, അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത സംഗതികൾ എങ്ങനെ ഒഴിവാക്കാനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമ്പന്നനാകാൻ, അത് സേവ് ചെയ്തിട്ട് അതിനെ കൊണ്ട് നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഓരോ ഉദാഹരണങ്ങളും നന്നായി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ചരൽക്കല്ലിന്റെ കാര്യവും അതുപോലെ തന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പെട്ടെന്ന് എക്സാമ്പിളിലേക്ക് പോകും. നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ പെട്ടെന്ന് ആവശ്യമില്ലാത്ത സമയത്ത് അത് കത്തിക്കുമ്പോൾ അത് ആവശ്യമില്ലാതെ ഓഫാക്കിയിടുക. അപ്പോൾ ഇലക്ട്രിസിറ്റി സേവ്ഡ് ഈസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് എന്നുള്ള ഇതിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ അതായാലും ഇലക്ട്രിസിറ്റി ആയാലും വെള്ളമായാലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ സമ്പാദ്യതയിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചുരുക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത് പറഞ്ഞു തന്നുണ്ട്. അതുപോലെ നമ്മൾ ആഗ്രഹങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക, അത് കുറയ്ക്കാൻ പറ്റുന്നത് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ശരിയായ ഒരു ചിട്ടയായ ജീവിതത്തോട് കൂടിയിട്ട് അതും വളരെ കൺസിസ്റ്റൻസിന്റെ കാര്യം ഒന്നും പറഞ്ഞത് വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം ഏതായാലും നമുക്ക് ഒരു ഇത്രയും നല്ലൊരു ബുക്ക് പ്രസന്റ് ചെയ്തതിന് വളരെ താങ്ക്സ് പറയാണ്. താങ്ക് യു വെരി മച്ച് സാർ, നന്നായിട്ട്. ഓക്കെ, താങ്ക് യു മണി സാർ. ഇനി ആരെങ്കിലും ഉണ്ടോ? നൗഫൽ സാർ.
അല്ല, ഇതിലുള്ള ഏറ്റവും പ്രത്യേകം എന്താ പറയുക പുസ്തകത്തിന്, ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഈ സമ്പത്തിന്റെ അതായത് സേവിങ്സിന്റെ ഒക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇതൊരു കഥ പോലെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ഒന്ന്, പിന്നെ ഒരു വിജയിച്ച ഒരാൾ നമ്മളോട് പറയുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഈ ബുക്ക് വായിച്ചാൽ. ഇതിന്റെ ബാക്കി പാർട്ടിലൊക്കെ കേട്ട് കഴിഞ്ഞാല് സംഭവം നമുക്കറിയുന്ന കാര്യങ്ങളാണ്, കേട്ടാല് വളരെ ചെറുതാണെന്ന് തോന്നും, പക്ഷെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാല് വളരെ കിട്ടുന്നത്. അതേപോലെ 2 പുസ്തകം കൂടി ഞാൻ ഇത് കഴിഞ്ഞാല് പിന്നെ ബുക്ക് റിവ്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറ്റുന്ന ആളുകൾക്ക് വായിക്കാൻ പറ്റിയ 2 പുസ്തകം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിചയപ്പെടുത്താണ്. ഒന്ന് നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. അതേപോലെ ദ സൈക്കോളജിക്കൽ മണി, പണത്തിന്റെ മനഃശാസ്ത്രം. പക്ഷെ ഈ 2 പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് മനസ്സിലായതോ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ലൈഫിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ബുക്കാണ് ദ റിച്ചസ്റ്റ് മാൻ ഈസ് ബാബിലോൺ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരു കഥ, അത് ചെറിയൊരു കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ വായിച്ചാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാനും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുന്ന ഐറ്റംസ് ആണ്. മറ്റുള്ള ബുക്കുകളിലൊക്കെ ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തിയ ബുക്കുകളൊക്കെ പറഞ്ഞാല് കുറച്ച് കടുകട്ടി ബുക്കുകളാണ്. അതിലുള്ള ഇംപ്ലിമെന്റ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇത് ചെറിയൊരു വരുമാനം ഉള്ള ആളുകൾക്ക്, ഇനി പോട്ടെ വരുമാനം ഇല്ലാതെ ഒരു പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് വരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ കഥയാണ് ഈ പുസ്തകത്തിൽ എന്ന് പറയാണ്. ഏതായാലും സമയമായി. താങ്ക് യു ഓൾ. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? ഓക്കെ, താങ്ക് യു. സെഷൻ എടുത്ത നൗഫൽ സർ, ഇതിൽ പങ്കെടുത്ത എല്ലാ മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു. Thank you. Thank you. Thank you all. Thank you, Nafal sir. Thank you all.